ഒന്ന് കാത്തു നിൽക്കുവാൻ തയ്യാറായാലോ? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. എന്നാൽ അനാവശ്യ ചിന്തകൾക്ക് സ്ഥാനം കൊടുത്ത് സാത്താന് കയറി വസിക്കുവാനുള്ള ഇരിപ്പിടമാക്കരുത് നമ്മുടെ ഹൃദയം. ജീവിതത്തിൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾക്കാണ്, സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞതിലും കൂടുതൽ സമയം നാം ചെലവഴിച്ചിട്ടുള്ളത്, നാം കാത്തു നിന്നിട്ടുള്ളത്. അതുപോലെ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം കൂടി കൊടുത്ത് ഒന്ന് കാത്തു നിൽക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശീലിക്കാം. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതിനാൽ അവൻ ഇടപെടുവാൻ അല്പസമയം കൂടി നമുക്ക് കൊടുക്കാം, കാത്തിരിക്കാം. അവൻ നിശ്ചയമായും ഇടപെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.